വിവിധ പാതകളിൽ നിന്ന് വിശദാംശങ്ങളുമായി റിപ്പോർട്ടർമാർ ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ, ഷഹദ് റഹ്മാൻ, മുബഷീർ പി അക്ബർ, അരുൺ പൂപ്പറമ്പ എന്നിവർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഒരു അടിപ്പാത നിർമ്മാണം തുടങ്ങിയിട്ട് കുറെ കാലമായി. ആ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. 4 വരി 4 അടിപ്പാതകളുടെ നിർമ്മാണമാണ് ഇനിയും പൂർത്തീകരിക്കാത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് ഇപ്പൊ എന്തായി ചോദിക്കാം. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട് സ്ഥലത്തു നിന്നും. ജെയ്സൺ, ഒരുപാട് തവണ ജെയ്സൺ ആ സ്ഥലത്ത് നിന്ന്, ആ ഗതാഗത കുരുക്കിനിടയിൽ നിന്ന് അവിടുത്തെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അടിപ്പാത നിർമ്മാണം, അതിൽ മണിക്കൂറുകളോളം ആ ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്ന യാത്രക്കാർ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന, പരാതിപ്പെടുന്ന ജനം. ഹൈക്കോടതി വരെ പറഞ്ഞു, ഇത് കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്, നിങ്ങൾ ഒരു സമയപരിധി പറയൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇപ്പോഴും ഇതാ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ജനം ഇതിന്റെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. റോഷ്നി, കഴിഞ്ഞ വർഷത്തെ നിരവധി ദുരിത ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 4 അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദുരിതക്കയം എന്ന് പറഞ്ഞാൽ പോൽ ആ വാക്ക് ചെറുതായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ ഉണ്ടായിരുന്നത്. മണിക്കൂറുകളോളം കുട്ടികളും മാതാപിതാക്കളും വയസ്സായവരും രോഗികളും മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്ന ഒരു വലിയ പാത. ആ പാതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്തകൾ നിരന്തരമായി വന്നു. അതിനുശേഷം ഹൈക്കോടതി ടോൾ പിരിവ് നിർത്തിവെക്കുന്നു. അതിനുശേഷവും ടോൾ കമ്പനി യാതൊരു നടപടികളിലേക്കും പോയില്ല. അവസാനം കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സുപ്രീം കോടതി പോലും ഇടപെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഞാൻ നിൽക്കുന്നത് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കേണ്ടതിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് ഇനിയും പൂർത്തിയാകാത്ത അടിപ്പാതയുടെ നിർമ്മാണം നമുക്ക് പുറകിൽ കാണാം. ഈ വെറും 4 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കനത്ത മഴ വരാൻ പോവുകയാണ്. ആ മഴ വരാൻ പോകുന്നതിന് സമയം ഇനി 4 മാസമേ ഉള്ളൂ. ഈ പണിയുടെ പ്രാഥമിക രൂപം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റോഡ് ഈ അരിഭാഗം കെട്ടി ഉയർത്തി ഇവിടെ മണ്ണിട്ട് ടാർ ചെയ്ത് സുരക്ഷിതമായി മാത്രമേ വാഹനങ്ങൾക്ക് കയറി പോകാനാകൂ. പക്ഷേ ഈ 4 മാസം മാത്രം ബാക്കി നിൽക്കെ മാസങ്ങളോളം, വർഷങ്ങളോളമായി ആരംഭിച്ചിരിക്കുന്ന ഈ അടിപ്പാതയുടെ നിർമ്മാണം ഒന്നുമായിട്ടില്ല. ഇപ്പൊ സമയം 3:05 കഴിഞ്ഞിരിക്കും. സാധാരണ ഒരു സ്ഥലത്ത് പണിക്കിറങ്ങിയാൽ ആ പണിക്കിറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് 2 മണി മുതൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ, 6 മണി വരെയൊക്കെ പണിയാറുണ്ട്. ഇവിടെ നമുക്ക് ആകെ കാണാൻ കഴിയുന്ന വെറും 4 പണിക്കാരാണുള്ളത്. 4 തൊഴിലാളികളെ വെച്ച് ഈ അടിപ്പാത നിർമ്മാണം എന്ന് അവസാനിക്കും എന്ന് പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു സ്ലാബ്, ഈ ചെറിയൊരു സ്ലാബ് അപ്പുറത്തേക്ക് മറിഞ്ഞു വീണ് ആളുകൾ വലിയ തോതിൽ അപകടത്തിൽപ്പെടുമായിരുന്നു. അതിൽ നിന്ന് ഇഞ്ചിക്കാണ്, തലനാരിഴയ്ക്കാണ് 2-3 വാഹനങ്ങൾ രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവർത്തനം, വളരെ വിജനമായ ഏതോ ഒരു മരുഭൂമിയിലൂടെ പോകുന്നു എന്ന ഒരു പ്രതീതിയാണ് നമ്മൾ സത്യത്തിൽ ഈ വഴി കടന്നു പോകും. ഇത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. സുപ്രീം കോടതി ഇടപെട്ട സ്ഥലമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കർശനമായ നിർദ്ദേശങ്ങളും നിബന്ധനകളും മുന്നറിയിപ്പുകളും നൽകിയ ഒരു സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ യാതൊരു നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രവും വേദനാജനകവുമായ കാര്യം. 4 മാസത്തിന് ശേഷം ഈ പ്രദേശം വീണ്ടും കഴിഞ്ഞ വർഷത്തെ ദുരിതാനുഭവങ്ങളുടെ തുടർക്കഥ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഒരു വാഹനം ഒരു ലോറിയിൽ മണ്ണ് കൊണ്ട് തട്ടുന്നുണ്ട്, 3 പേർ അവിടെ അരികത്ത് പണിയെടുക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം 1-1.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നടക്കുന്നെങ്കിൽ ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 4 അടിപ്പാതയുടെ നിർമ്മാണം എത്ര ഇഴഞ്ഞു നീങ്ങുന്നു, എത്രമാത്രം അനാസ്ഥ കരാർ കമ്പനി വിഷയത്തിൽ നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത്തരമൊരു കമ്പനിക്ക് അനുമതി നൽകാൻ പോലും കഴിയില്ല. പക്ഷേ അനുമതി നൽകിയാൽ ആ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആ ദൃശ്യങ്ങളിപ്പോൾ കണ്ടാൽ 2 തൊഴിലാളികൾ നിന്നുകൊണ്ട് വളരെ സാവധാനത്തിൽ അടിയന്തരമായി പണി പൂർത്തിയാക്കേണ്ട ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഇനി എത്രയോ നാളുകൾ വേണ്ടിവരും ഇത് പൂർത്തിയാകാൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരമോ ഒരു മറുപടിയോ ഇല്ല. ഇത് 4 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന മഴ അത് വലിയ ദുരിതം ഇവിടെ ഉണ്ടാക്കും. കഴിഞ്ഞ വർഷത്തെ അതേ അനുഭവങ്ങൾ ഈ ദേശീയപാതയുടെ 4 അടിപ്പാത നിർമ്മാണം നടക്കുന്ന
സ്ഥലങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ സൂചനകളാണ് ഈ ഫെബ്രുവരി തുടങ്ങാനിരിക്കുന്ന ഫെബ്രുവരി മാസം തുടങ്ങാനിരിക്കുന്ന ഈ സമയത്തും അടിപ്പാതയുടെ നിർമ്മാണം എങ്ങും എത്തുന്നില്ല എന്ന സൂചനകൾ നൽകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ആളുകൾക്കുണ്ട്. പക്ഷേ പ്രതിഷേധത്തിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് കരാർ കമ്പനി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാം എന്ന് ഒരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നതും അവസാനം ടോൾ പിരിക്കാൻ അനുമതി നൽകുന്നതും. പക്ഷേ എങ്കിൽ പോലും പണിയൊന്നുമായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. വരുന്ന മഴക്കാലം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ദുരിതകാലമായി പുനരവതരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റോഷ്നി, യെസ്, ജെയ്സൺ ചാമവളപ്പിലാണ് ആ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയും എത്താത്ത പണി, നാട്ടുകാർക്ക് പണിയായി മാറിയിരിക്കുന്ന ഒരടിപ്പാത നിർമ്മാണം. ഈ 4 അടിപ്പാതകളുടെ നിർമ്മാണമാണ് ഇനിയും പൂർത്തിയാകാത്തത്. അവിടെ നിന്ന് ലൈവ് വരുമ്പോൾ 4 പണിക്കാരെ കാണാം നമുക്ക് അവിടെ. എപ്പോഴാണ് ഈ പ്രവർത്തനങ്ങളൊന്ന് തീരുക? ഈ പണി പൂർത്തിയായി ആളുകൾക്ക് എന്നാണ് സൗകര്യപ്രദമായി അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ന്യൂസ് ബസ് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ പല കുറി ഇത് ചർച്ച ചെയ്തു. ഹൈക്കോടതി പോലും ഇടപെട്ട നിങ്ങളൊരു സമയപരിധി പറയൂ എന്ന് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞു. കരാർ കമ്പനിയുടെ കാര്യം നോക്കുമ്പോഴോ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും പണിയെടുക്കാൻ അവിടെ ആളുപോലും ഇല്ല. അത്രയും മന്ദഗതിയിലാണ്. ഈ ആമ്പല്ലൂരിലൊക്കെ 2024 തുടങ്ങിയ പണിയാണ്. ഇപ്പോഴും അത് ഇഴഞ്ഞു നീങ്ങുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.